അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പൊരിച്ച പത്തിരിയും പൊരിച്ചുണ്ടയും വളാപ്പൊക്കെയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളിത് ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഐറ്റംസാണ്. വീട്ടിലൊന്നും അത്ര ഉണ്ടാക്കാത്ത കുറച്ച് സ്നാക്ക് ഐറ്റംസാണ്. ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല. ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട് നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ റെസിപ്പി ചെയ്തെടുക്കാൻ. പക്ഷേ എൻ്റെ പരീക്ഷണങ്ങളൊന്നും ശരിയായിട്ടില്ല. അങ്ങനെ ഈ അടുത്താണ് നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേ പൊരിച്ച പത്തിരീൻ്റെ ടേസ്റ്റിലുള്ള പത്തിരി ഞാൻ ഖത്തറിന്നൊരു ചായക്കടയിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരാൻ മാത്രമല്ല ഇത് ഉണ്ടാക്കുന്ന രീതി കൂടെ കാണിച്ചു തരുകയും ചെയ്തു. അപ്പോൾ ഈ കഫ്റ്റീരിയ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഖത്തറിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നാടൻ സ്നാക്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. ഈ ഷോപ്പിൻ്റെ പേര് ടീ ടോക്ക് എന്നാണ്. മുഗളീനയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ബിസ്മില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു കുഴിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 2.5 കപ്പ് പൊടിയാണ് വാട്ടിയെടുക്കാൻ പോണത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിലാണ് പൊടി അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് പൊടി ചേർത്തിട്ട് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആദ്യം 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് നല്ലോണം പൊടി വാട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ പൊടി നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിക്കോട്ടെ. നമുക്ക് നല്ല ചൂടിൽ തന്നെ കുഴച്ചെടുക്കണം. എന്നാലും നമ്മളെ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള മാവും കൂടെ അതിൻ്റെ മേലേക്ക് തട്ടി കൊടുക്കാം. ഇനി ഇത് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ അരിപ്പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്, നല്ല സ്റ്റിക്കി ആയിട്ടുള്ള മാവായിരിക്കും. അപ്പോൾ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കുഴച്ചെടുക്കാം. ഇനി ഇതാ ഈ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. പൊടിയുടെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. ഏകദേശം ഒന്ന് കുഴഞ്ഞ് റെഡിയായി വരുമ്പോൾ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതേ സമയം തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ അത് പരത്തിയെടുക്കുന്നതും ഒരു വേറെ സ്റ്റൈൽ തന്നെയാണ്. അതിനു മുമ്പ് ഇതാ നമ്മളെ ചീനച്ചട്ടി അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഞാനിതവിടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് പത്തിരി പരത്തി വരുമ്പോഴേക്കും നമ്മൾ ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നേരിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇനി ഇതാ നമ്മളെ പത്തിരി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെ വേണം നമ്മളെ മാവ് വെച്ച് കൊടുക്കാൻ. ഇനി നമ്മളെ മാവിൻ്റെ മേലെയും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് പത്തിരി നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ കൈകൊണ്ട് അമർത്തിയിട്ട് വേണം നമ്മളിതിങ്ങനെ പരത്തിയെടുക്കാൻ. നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്കിതുപോലെ അമർത്തി പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. കൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് വേണം നമ്മളിതിങ്ങനെ പരത്തിയെടുക്കാൻ. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ റോളർ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ പത്തിരിക്കോയിൽ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം. പക്ഷേ നമ്മളിതുപോലെ കൈ കൊണ്ട് പരത്തിയെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പെർഫെക്ഷന്. നമ്മൾ ചായക്കടയിലൊക്കെ സാധാരണ ഈ ഒരു പത്തിരി 1 ഇഞ്ച് കനത്തിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയാൽ മതി. പക്ഷേ നമ്മൾ വീട്ടിൽ അത്ര ഒരു കനത്തിൽ നമ്മൾ ചെറിയ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിന്നാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വലിയ ചീനച്ചട്ടിയിൽ കുറേ ഓയിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം കനത്തിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ തിന്നാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്.
ഞാനിതാ ചെറുതായിട്ടൊന്ന് നമ്മളെ പത്തിരിക്കോയിൽ കൊണ്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഇതുപോലെ പരത്തിയെടുക്കാൻ. നമ്മുടെ ചായക്കടയിലെ എക്സ്പേർട്ട് പരത്തിയെടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ഞാൻ നമ്മളെ വീഡിയോൻ്റെ എൻഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു കട്ടർ കൊണ്ടോ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മളിപ്പം ഈ ഒരു കനത്തിലാണ് നമ്മൾ പത്തിരി ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ചായക്കടയിലൊക്കെ പത്തിരി ഇതിനേക്കാളും കുറച്ചുകൂടെ വട്ടം ഉണ്ടാവും, ഇതിനേക്കാളും കുറച്ചുകൂടെ കനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പത്തിരി നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എണ്ണൻ്റെ ആ ഒരു ചൂട്. നമ്മൾ ഈ പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എണ്ണ അത്യാവശ്യം ഒന്ന് ചൂടുണ്ടാവണം, എന്നാൽ ഓവറായിട്ട് ചൂടുണ്ടാവുകയും ചെയ്യരുത്. ഓവറായിട്ട് ചൂടുണ്ടായാൽ നമ്മൾ പത്തിരി ഇട്ട് കൊടുത്താൽ ഈ പത്തിരിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് ആയിട്ട് വരികയും ചെയ്യും. പത്തിരി പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും, ഉള്ളിലിട്ട് വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലൊരു മാവ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവേണ്ടതാണ്. അപ്പോൾ നമ്മൾ പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം. പിന്നെ നമ്മൾ ചീനച്ചട്ടിയിലല്ലേ പൊരിച്ചെടുക്കുന്നത്. ചീനച്ചട്ടി ചൂടായാൽ പിന്നെ എണ്ണയ്ക്ക് അത്യാവശ്യം ഒരു ചൂടുണ്ടാവും. പിന്നെ നമുക്ക് ആ ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ നിങ്ങളിത് പൊരിച്ചെടുക്കുമ്പോൾ അടി കട്ടിയുള്ള നല്ല ചീനച്ചട്ടി പോലെയുള്ള ചട്ടിയിലൊക്കെ തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അലൂമിനിയത്തിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ ഇത് അടിയിൽ പോയിട്ട് ഒട്ടി പിടിക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇത് പൊരിച്ചെടുക്കാൻ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വേവണം, എന്നാലേ ഈ പത്തിരിൻ്റെ ഉള്ളിൽ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. ഇനി പത്തിരി കളർ മാറുന്നതിനനുസരിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരി പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണൻ്റെ ചൂടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എണ്ണയിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളെ എണ്ണയ്ക്ക് ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം, എന്നാൽ ആ ചൂട് ഓവറാവുകയും ചെയ്യരുത്. പിന്നെ നമ്മൾ പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അത് നിങ്ങളെ അടുപ്പിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ പത്തിരി കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതാ ബാക്കി മാവ് കൊണ്ട് കുറച്ച് വളാപ്പവും പൊരിച്ചുകൊണ്ടൊക്കെ ഉരുട്ടിയെടുക്കാം. നമ്മളെ വളാപ്പം എന്ന് പറയുമ്പോൾ ഇതുപോലെ വളൻ്റെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മാവ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് വള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ വളാപ്പൊക്കെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചുണ്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. നമ്മുടെ പത്തിരിയൊക്കെ ഇതാ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ എണ്ണയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്, ഏകദേശം ഉൾഭാഗമൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിയാൽ ഇതുപോലെ ഇങ്ങനെ എണ്ണയിൽ പൊങ്ങി കിടക്കും. അപ്പോൾ നമുക്കിനി കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് നല്ലൊരു കളറാക്കിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ തന്നെ നമ്മളെ വളാപ്പവും പൊരിച്ചുണ്ടൊക്കെ പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ ചായക്കടയിലെ താരങ്ങളായിട്ടുള്ള പൊരിച്ച പത്തിരിയും വളാപ്പവും പൊരിച്ചുണ്ടൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ പുറമേയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതാ പുറമേയൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റും ആണ്. കണ്ടോ മാവൊക്കെ ഇങ്ങനെ ലെയറായിട്ട് വന്നിട്ടുള്ളത്. ഇതെനിക്ക് റെസിപ്പി തന്നിട്ടുള്ള ടീ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചായക്കട സ്പെഷ്യൽ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.